എല്ലാവർക്കും നമസ്കാരം. ഇന്നലെ വീഡിയോ ചെയ്തപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, രഞ്ജിഷിൻ്റെ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് എനിക്ക് കിട്ടുന്ന വിവരങ്ങൾ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരുപാട് പേര് അറിഞ്ഞു കാണും. രഞ്ജിഷിൻ്റെ വിഷയം നമ്മുടെ കോഴിക്കോടുള്ള ദീപകിൻ്റെ കേസ് വാദിച്ച അഡ്വക്കേറ്റ് കേസ് ഏറ്റെടുത്തു. അദ്ദേഹം ഇന്നലെ രഞ്ജിഷിൻ്റെ വീട്ടിൽ പോയി രഞ്ജിഷിൻ്റെ വീട്ടുകാരെയും അവിടെയുള്ള നാട്ടുകാരെയും ഒക്കെ കണ്ട് സംസാരിച്ചു. അദ്ദേഹം ആ കേസ് ഏറ്റെടുത്തതായിട്ട് അദ്ദേഹത്തിൻ്റെ ഇൻസ്റ്റഗ്രാം പ്രൊഫൈലിൽ ഷെയർ ചെയ്യുന്നുണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ രഞ്ജിഷിൻ്റെ സുഹൃത്തിന് അയച്ചു കൊടുത്ത രഞ്ജിഷ് അനുഭവിച്ച വേദന എത്രമാത്രം വലുതായിരുന്നു എന്ന് ആ ഓഡിയോ കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. ഈ വിഷയം എല്ലാവരും അറിഞ്ഞു കാണും. എന്നാലും എന്താണ് ഈ വിഷയം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, രഞ്ജിഷ് എന്ന് പറയുന്ന ഒരു ബസ് കണ്ടക്ടർ, കുമളി സ്വദേശിയാണ്. 38 വയസ്സേ ഉള്ളൂ. എപ്പോഴും ചിരിച്ചുകൊണ്ട് ആളുകളോട് സമീപിക്കുന്ന ഒരു ചെറുപ്പക്കാരൻ. ഇത് അദ്ദേഹത്തിൻ്റെ നാട്ടുകാർ പറഞ്ഞ അറിവാണ്. ആർക്കും അദ്ദേഹത്തെക്കുറിച്ച് മോശമൊന്നും പറയാനില്ല. വിവാഹിതനാണ്, ഒരു കുട്ടിയുണ്ട്. കുട്ടി ജനിച്ചതിന് ശേഷം ഭാര്യ വിദേശത്തേക്ക് ജോലിക്ക് പോകുന്നു. അവിടെ വെച്ച് ഒരു ചെറുപ്പക്കാരനുമായിട്ട് ഇഷ്ടത്തിലാവുന്നു. അവരൊരുമിച്ച് ജീവിക്കാൻ തീരുമാനിക്കുന്നു, ജീവിക്കുന്നു. അവിടെ കൊണ്ട് അവസാനിക്കുന്നില്ല. രഞ്ജിഷ് ഈ വിവരം അറിഞ്ഞിട്ട് അവരോട് ചോദിക്കുന്നു. അവർ പറ്റിപ്പോയി, അബദ്ധം പറ്റിപ്പോയി എന്നൊക്കെ പറഞ്ഞ് കൺഫേസ് ചെയ്യുന്നു. പക്ഷേ ഇവർക്ക് ഒരുമിച്ച് പോകാൻ പറ്റാത്തത് കൊണ്ട് കേസ് കോടതിയിലെത്തുന്നു. കോടതി ഇവരുടെ കുഞ്ഞിനെ രഞ്ജിഷിൻ്റെ ഭാര്യയ്ക്ക് വിട്ടുകൊടുക്കുന്നു. വർഷങ്ങളോളം സ്വന്തം നെഞ്ചോട് ചേർത്ത് വളർത്തിയ കുഞ്ഞ് നഷ്ടപ്പെടുമുണ്ടാകുന്ന ഒരു വേദന. അതോടൊപ്പം തന്നെ രഞ്ജിഷിനും രഞ്ജിഷിൻ്റെ അമ്മയ്ക്കും ഈ സ്ത്രീയുടെ കാമുകനെന്ന് അവകാശപ്പെടുന്ന അയാൾ അയച്ചു കൊടുത്ത വൺ ടൈം കാണാൻ വേണ്ടി അയച്ചു കൊടുത്ത ഒരു വീഡിയോ. ഇതൊക്കെയാണ് രഞ്ജിഷിൻ്റെ മനസ്സിന് തകർത്ത് കളഞ്ഞത്. നമുക്കൊരു കാര്യം ആദ്യം രഞ്ജിഷിൻ്റെ വോയിസ് ഒന്ന് കേൾക്കാം. എന്താണ് രഞ്ജിഷ് സുഹൃത്തിനോട് സംസാരിച്ചത്, സുഹൃത്തിനോട് പറഞ്ഞത്, ആ ഓഡിയോ നമുക്കത് കേൾക്കാം. ശരിക്കും പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ശബ്ദം കേൾക്കുമ്പോൾ പോലും നമുക്ക് വേദന ഉണ്ടാവും. പക്ഷേ ഇത് നാട്ടുകാർ അറിയണം. എത്രമാത്രം വേദനയോടെയാണ് രഞ്ജിഷിനെ പോലുള്ള ആളുകൾ നമ്മുടെ സൊസൈറ്റിയിൽ ജീവിക്കുന്നത്. പലപ്പോഴും സ്ത്രീക്ക് വേണ്ടി സംസാരിക്കുന്ന, പലപ്പോഴും സ്ത്രീയുടെ ഉന്നമനത്തിന് വേണ്ടി സംസാരിക്കുന്ന ആരും കാണാതെ പോകുന്നൊരു കാഴ്ചയാണ് പുരുഷന് സംഭവിക്കുന്നത്. പുരുഷൻ മറ്റുള്ളവരുടെ മുമ്പിൽ കരഞ്ഞാൽ, പുരുഷൻ അവൻ്റെ സങ്കടം പറഞ്ഞാൽ അവൻ ധൈര്യമില്ലാത്തവനായി പോകും. അങ്ങനെയാണ് നമ്മുടെ സൊസൈറ്റി ചിത്രീകരിച്ച് വെച്ചേക്കുന്നത്. ഇപ്പോൾ നമുക്കൊരു പ്രശ്നം വന്നു, നമുക്ക് പബ്ലിക്കായിട്ട് കരയാൻ പറ്റില്ല. ഒരാളോട് ആ സങ്കടം തുറന്നു പറഞ്ഞാൽ എടാ ഇതൊക്കെ ശരിയാവുമെന്ന് പറഞ്ഞ് വിടുന്നതല്ലാതെ അതിൻ്റെ സൊല്യൂഷൻ കണ്ടെത്തി തരാൻ ആർക്കും പറ്റില്ല. പക്ഷേ സ്ത്രീ എന്തെങ്കിലും കംപ്ലയിൻറ്റ് ഉന്നയിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ കൂടെ നിൽക്കാൻ ഇഷ്ടം പോലെ ആൾക്കാരുണ്ട്. ഞാൻ എല്ലാ സ്ത്രീകളുടെ കാര്യം പറയുന്നില്ല, ആരെയും അടച്ചാക്ഷേപിക്കുന്നില്ല. വിവാഹം കഴിഞ്ഞതിന് ശേഷം പരപുരുഷ ബന്ധം ഉണ്ടാക്കാനാണെങ്കിൽ വിവാഹം കഴിക്കരുതായിരുന്നു. ഇത് അങ്ങനെ ഒരു ബന്ധം ഉണ്ടാക്കിയത് മാത്രമല്ല, താൻ നെഞ്ചോട് ചേർത്ത് വളർത്തിയ കുഞ്ഞിനെയും കൂടി പറിച്ചുകൊണ്ട് പോവുകയാണ്. ഏറ്റവും വലിയ ക്രൂരത എന്ന് പറയുന്നത് രഞ്ജിഷിൻ്റെ അന്ത്യകർമ്മങ്ങൾക്ക് ആ കുഞ്ഞിനെ വിട്ടുകൊടുക്കാൻ പോലും ആ സ്ത്രീ തയ്യാറായില്ല എന്നുള്ളതാണ്. അവസാനം കോടതിയിൽ നിന്ന് ഉത്തരവ് വാങ്ങിച്ചാണ് ആ കുഞ്ഞിനെ കൊണ്ട് ആ കർമ്മം ചെയ്യിപ്പിച്ചത്. ഒന്ന് ആലോചിക്കുക, അവരുടെ മനസ്സ് എത്ര ക്രൂരമാണെന്ന്. നമുക്ക് എന്തായാലും രഞ്ജിഷിൻ്റെ ആ ഓഡിയോ ഒന്ന് കേട്ട് നോക്കാം. എന്തൊക്കെയാണ് രഞ്ജിഷ് അതിനകത്ത് പറയുന്നത്. ഒരുപാട് കാര്യങ്ങളൊന്നും പറയുന്നില്ല. രഞ്ജിഷ് പറയാതെ പറയുന്ന കുറച്ച് കാര്യം. രഞ്ജിഷിന് അവരെ വേണ്ടായിരുന്നു. ഈ വിവരം അറിഞ്ഞതിന് ശേഷം എങ്ങനെയാണ് വേറൊരാളുമായിട്ട് റിലേഷനുള്ള അല്ലെങ്കിൽ ബന്ധത്തിലുള്ള ഒരു സ്ത്രീയെ എങ്ങനെയാണ് ഒരു പുരുഷന് ടോളറേറ്റ് ചെയ്യാൻ പറ്റുക, അല്ലെങ്കിൽ കൂടെ പിന്നെയും അവരുടെ കൂടെ ജീവിക്കാൻ പറ്റുന്നത് എങ്ങനെയാണ്? സ്വന്തം ഭർത്താവിൻ്റെ കൂടെ നിൽക്കുമ്പോൾ പോലും പരപുരുഷനുമായിട്ട് ബന്ധം സ്ഥാപിക്കുന്ന സ്ത്രീകളുണ്ട്. നിങ്ങൾക്കും അറിയാമായിരിക്കും അങ്ങനെയുള്ള സ്ത്രീകളെ. ഇനിയെങ്കിലും ഒരു മനുഷ്യൻ്റെയും, അതാണായിക്കോട്ടെ പെണ്ണായിക്കോട്ടെ, ഒരു മനുഷ്യൻ്റെയും ജീവനോ ജീവിതമോ നശിപ്പിച്ചുകൊണ്ട് നിങ്ങളൊന്നും ചെയ്യാതിരിക്കുക. നിങ്ങൾക്ക് താല്പര്യമില്ലയോ, വിട്ടിട്ട് പോ. അവരെ വേദനിപ്പിക്കാതെ വിട്ടിട്ട് പോ. അതാണ് ചെയ്യേണ്ടത്. നമുക്ക് രഞ്ജിഷിൻ്റെ വാക്കുകൾ കേൾക്കാം. എന്നെ സംഭവം എന്ന് വെച്ചാൽ ഓരോരുത്തർക്കും ഓരോന്ന് തലയെ വരച്ച് വെച്ചിട്ടുണ്ട്. നമ്മൾ ജനിക്കുന്നതിന് മുമ്പാണ് ശരി, ഇന്നത് ഇന്നയാൾക്ക് ഇന്നതൊക്കെ അനുഭവിച്ചേ പറ്റുമെന്ന് തലയെ വരച്ച് വെച്ചിട്ടുണ്ട്. അതിൻ്റെ ബാക്കി ഞാൻ അനുഭവിക്കുന്ന അത്രേ ഉള്ളൂ. ഞാനൊരു മെയ് 3 തൊട്ട് അനുഭവിക്കാൻ തുടങ്ങിയാണ്. കുറേ കൺഫർമേഷനും കാര്യങ്ങളും എല്ലാം കിട്ടി. ഞാൻ ചോദിച്ചു എന്താ സംഭവം എന്ന് ചോദിച്ചു. പുള്ളിക്കാരത്തിക്ക് മറുപടിയൊന്നുമില്ല. പുള്ളിക്കാരത്തി പറയുന്നത് എന്തൊക്കെയോ പറയുന്നുണ്ട്. വല്ലപ്പോഴും വിളിക്കാറില്ല അങ്ങനെ. ഇപ്പം എനിക്കിത് ഡൗട്ട് തോന്നി പറഞ്ഞാൽ അവിടെ ചെന്ന് വിളിക്കുന്നില്ല, പറിച്ചില്ല, ഒന്നുമില്ല. പിന്നെ ആർക്കാണ്ട് വേണ്ടി ബോധിപ്പിക്കാൻ വേണ്ടി അവിടെ ചെന്ന് കുറേ നാൾക്ക് ശേഷം വിളിക്കുമായിരുന്നു. നമ്മളിതൊക്കെ ഇവിടെ ഫസ്റ്റ് പോയി റിട്ടേൺ വന്നതിന് ശേഷമല്ലൊക്കെ നമ്മൾ അറിയുന്നേ. അപ്പോൾ എന്താ കാര്യം എന്നുള്ള കാര്യം നമ്മൾ തിരക്കി കഴിഞ്ഞപ്പോഴത്തേക്കും പുള്ളിക്കാരത്തി ഒന്നും മിണ്ടാനില്ല. സംഭവിച്ചു പോയി, പറ്റിപ്പോയി എന്നൊക്കെ പറയുന്നു. എനിക്ക് അംഗീകരിക്കാൻ പറ്റത്തില്ല ഒരിക്കലും. പറ്റിപ്പോയി എന്ന് പറഞ്ഞ് എൻ്റെ അടുത്ത് എന്ത് കൺഫർമേഷൻ വന്നെന്ന് പറഞ്ഞാൽ പോലും എനിക്ക് അംഗീകരിക്കാൻ ഞാൻ അംഗീകരിക്കത്തുള്ളത്. ഇത് രഞ്ജിഷിനല്ല, അതായത് ഈ പറയുന്ന ശ്രീരഞ്ജിനി, അതാണ് അവരുടെ പേര്. ഇവർ പുറത്ത് പോയിട്ട്, വിദേശത്ത് പോയിട്ട് തിരിച്ച് വന്ന സമയത്താണ് രഞ്ജിഷ് ഇത് ആദ്യമായിട്ട് അറിയുന്നത്. ആ സമയത്ത് ചോദിച്ചപ്പോഴേക്കും അവർ പറഞ്ഞ ഈ ഓഡിയോ പ്രകാരം അവർ പറയുന്നത് അവരെല്ലാം കൺഫസ് ചെയ്തു. സംഭവിച്ചു പോയി, പറ്റിപ്പോയി, തെറ്റ് സംഭവിച്ചു പോയി എന്നൊക്കെ പറഞ്ഞ് കൺഫസ് ചെയ്തു. പക്ഷേ ഏത് പുരുഷനാണ് അത് അംഗീകരിക്കാൻ പറ്റുക? ചില ആൾക്കാർ അംഗീകരിക്കുമായിരിക്കും, പോട്ടെ ജീവിതമല്ലേ എന്തെങ്കിലും ആയിക്കോട്ടെ പോട്ടെ എന്ന് വിചാരിച്ച് അംഗീകരിക്കുമായിരിക്കും. പക്ഷേ ആത്മാഭിമാനമുള്ള പുരുഷന്മാരൊന്നും സമ്മതിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ട് തന്നെ ഇവർ പിരിയാൻ തീരുമാനിച്ചിട്ടുണ്ടാവാം. അങ്ങനെ പിരിഞ്ഞ് ആ കേസാണ് കോടതിയിലെത്തുന്നതും. പക്ഷെ അവിടെ കൊണ്ട് ഇത് അവസാനിക്കുന്നില്ല. കുഞ്ഞിനെയും കൊണ്ട് പോയപ്പോഴാണ് രഞ്ജിഷിന് അത് താങ്ങാൻ പറ്റാത്തൊരു അവസ്ഥയിലേക്ക് എത്തിയത്. തൻ്റെ കുഞ്ഞ്, താൻ അതിനുവേണ്ടി ജീവിക്കുന്നു, അത് ഒരു പ്രതീക്ഷ എന്ന് പറഞ്ഞാൽ കുഞ്ഞായിരിക്കും. ആ പ്രതീക്ഷ നഷ്ടപ്പെട്ടപ്പോൾ പിന്നെ എന്ത് ചെയ്യണം? ഒന്നും ചെയ്യാനില്ല. പക്ഷേ രഞ്ജിഷ് ചെയ്ത പ്രവൃത്തിയോട് ഞാൻ ഒരിക്കലും യോജിക്കില്ല. കാരണം ജീവിതം അവസാനിപ്പിച്ചുകൊണ്ട് നമുക്ക് ആരോടും കണക്ക് ചോദിക്കാൻ പറ്റില്ല. ജീവൻ അവസാനിപ്പിച്ചുകൊണ്ട്,
ജീവിതം ഉപരി ജീവൻ അവസാനിപ്പിച്ചുകൊണ്ട് നമുക്ക് ആരോടും കണക്ക് ചോദിക്കാൻ പറ്റില്ല. നഷ്ടമാർക്കാണ്? രഞ്ജിഷിൻ്റെ മാതാപിതാക്കൾക്കും ഒപ്പം ആ കുട്ടിക്കും. നിങ്ങൾ ആലോചിക്കുക, നമ്മളെല്ലാവരും ആലോചിക്കേണ്ട കാര്യമാണ്. ഒരു പരപുരുഷൻ വിവാഹിതയായ ഒരു സ്ത്രീയെ ഇഷ്ടപ്പെട്ട് വരുന്നുണ്ടെങ്കിൽ അതിൻ്റെ കാരണം മിക്കവാറും ഒന്നുകിൽ അവളുടെ കയ്യിൽ കാശുണ്ടാവും, ഇല്ലെങ്കിൽ അവൾക്ക് സൗന്ദര്യം ഉണ്ടാവും. ഈ രണ്ടും കണ്ടിട്ടായിരിക്കും ഒരു പുരുഷൻ ഒരു സ്ത്രീയിലേക്ക് വരുന്നത്. ആ ബന്ധം എത്ര നാൾ പോകും? കാരണം ഇന്ന് ഇവനെ ഉപേക്ഷിച്ച് പോയവൾ നാളെ അവനെ ഉപേക്ഷിക്കാം. ഇന്ന് ഇവളെ തേടി വന്നവൻ നാളെ വേറൊരാളെ തേടി പോവാം. ഇത് രണ്ടും സംഭവിക്കാം. ഒരു ബന്ധത്തിൽ നിന്ന് വേറൊരു ബന്ധത്തിലേക്ക് പോകുമ്പോൾ കാരണങ്ങൾ ഇഷ്ടംപോലെ ഉണ്ടാവും. ചിലപ്പോൾ ഈ പുരുഷൻ്റെ പ്രശ്നം കൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ ഇവർക്ക് പോകാൻ പറ്റാഞ്ഞിട്ടായിരിക്കാം. ഇവിടെ എന്താണ് പ്രശ്നം എന്നുള്ളത് ഈ പറയുന്ന സ്ത്രീ വന്ന് സംസാരിച്ചാൽ മനസ്സിലാവത്തുള്ളൂ. എന്തുകൊണ്ട് ഇദ്ദേഹത്തെയും ഇദ്ദേഹത്തിൻ്റെ കുഞ്ഞിനെയും ഉപേക്ഷിച്ച് പോയി, അല്ലെങ്കിൽ വേണ്ടെന്ന് വെച്ചു. രഞ്ജിഷ് പറയുന്ന പ്രകാരം ഈ ഓഡിക്കകത്ത് പറയുന്നുണ്ട്, ഞാൻ അവർക്ക് വേണ്ടിയാണ് ജീവിച്ചത്, ആ കുഞ്ഞിനും എൻ്റെ ഭാര്യയ്ക്കും വേണ്ടിയാണ് ജീവിച്ചതെന്ന് രഞ്ജിഷ് പറയുന്നുണ്ട്. അങ്ങനെ നോക്കിയൊരു ഭർത്താവിന് എന്തിനു ഉപേക്ഷിച്ചു? അതൊരു ചോദ്യമാണ്. പക്ഷെ അവിടെയും അയാളുടെ ജീവിതം തകർത്തുകൊണ്ട് ആവരുത് പോകേണ്ടിരുന്നത്. പൊയ്ക്കോ, ഈ കുഞ്ഞിനെയും കൊണ്ട് പോകുന്ന എന്തിനാണ്? നാളെ ഈ ഇവരുടെ കൂടെ ഇപ്പോൾ കൂടിയവൻ ആ കുഞ്ഞിനെ നോക്കുന്ന എന്ത് ഉറപ്പുണ്ട്? ഒരു ഉറപ്പും പറയാൻ പറ്റില്ല. അവനെന്നും ആ കുഞ്ഞ് മറ്റൊരാളുടെ തന്നെയാണ്. അല്ലെങ്കിൽ പിന്നെ അത്രയും വിശാല മനസ്കനായിരിക്കണം. അങ്ങനെ വിശാല മനസ്സുള്ളവൻ ഇങ്ങനെ ചതിച്ചുകൊണ്ട് ഒരു സ്ത്രീയെ സ്വന്തമാക്കില്ല. നമുക്ക് ബാക്കി കേൾക്കാം. പക്ഷെ ഞാൻ അതിൻ്റെ അതൊക്കെ ഒരു 6 വർഷം നിന്നതിൻ്റെ അകത്തൊരു നമുക്കൊരു എന്തെങ്കിലും തരത്തിലൂടെ ഒരു ബുദ്ധിമുട്ടുണ്ടാക്കിയിട്ടുണ്ട്. ശരിയാ, ഫുഡിനാണ് എപ്പോഴും ശരി. ഞാൻ ഈ കല്യാണം കഴിഞ്ഞ 6 സ്വന്തമായിട്ട് ഡ്രസ്സ് വാങ്ങിയിട്ടില്ല, ഒന്നും ഞാൻ ചെയ്തിട്ടില്ല. എല്ലാം ഇവർക്ക് വേണ്ടി, എൻ്റെ കൊച്ചിനും വേണ്ടി, ഇവയ്ക്കും വേണ്ടി ഞാൻ ചെയ്തുകൊണ്ടിരുന്നത്. അവള് ഞാൻ പറയുന്നില്ല, പറഞ്ഞാൽ കൂടി പോകണം, ഞാനൊന്നും പറയുന്നില്ല, കൊണ്ട് പറയിപ്പിക്കരുത്. അവനുണ്ടായി കഴിഞ്ഞ ശേഷം എനിക്കിട്ട് ചെയ്തൊക്കെ കേട്ട് കഴിഞ്ഞാൽ അത് ശരിയാവത്തില്ല. ഇപ്പം എല്ലാവർക്കും ഇപ്പം പുള്ളിക്കാരെ സംബന്ധിച്ച് പുള്ളിക്കാരി ശമ്പളമുണ്ട്, സാലറി ഉണ്ട്, 50,000 60,000 ശമ്പളമുണ്ട്. അതുകൊണ്ട് പുള്ളിക്കാരത്തേക്ക് എന്ത് വേണമെങ്കിലും അവിടെ ഒന്നുണ്ട്. അതിനൊട്ട് തുള്ളിക്കൊണ്ടിരിക്കുന്ന ബിന്ദുവമ്മ ആയിക്കോട്ടെ, എനിക്ക് എൻ്റെ അകത്ത് ഒരു വിഷയമുള്ള കേസല്ല. അവർ ചെയ്യട്ടെ, എന്താണെന്ന് വെച്ചാൽ ചെയ്യട്ടെ. കൊച്ചിനെ വിട്ടുകൊടുക്കണോ വേണ്ടെന്ന് ഞാനല്ലേ തീരുമാനിക്കുന്നത്. അതിൻ്റെ കാലഘട്ടം കഴിഞ്ഞു പോയല്ലോ. അത് ചെയ്യാം, സമയം വരട്ടെ. അല്ലെങ്കിൽ അവൾക്ക് എന്നെ വേണ്ടെന്ന് ഇട്ടിട്ട് പോട്ടെ, എനിക്ക് എൻ്റെ അകത്ത് മോശമുള്ള കേസല്ല. പിന്നെ ഞാൻ ആ വല്യമ്മച്ചിനെയും ആ ബിന്ദുമ്മേനെ ഓർത്തിട്ട് മാത്രം കൊച്ചിനെ അങ്ങോട്ട് വല്ലപ്പോഴും ഞാൻ വിടുന്നത്. അതുപോലെ എനിക്ക് ചെയ്യാണ്ടിരിക്കാൻ അറിയാം. പക്ഷേ എനിക്ക് എൻ്റെ മനസ്സാക്ഷി എനിക്ക് അനുവദിക്കത്തില്ലാത്തതുകൊണ്ട് മാത്രം ഞാൻ വിടുന്ന വല്ലപ്പോഴാണെങ്കിൽ പോലും. ഇത് ആക്ച്വലി ഈ പ്രശ്നം തുടങ്ങിയ സമയത്ത്, അല്ലെങ്കിൽ കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ ഉണ്ടായ ഒരു സംഭാഷണമാണ്. ഇത് നമുക്ക് മനസ്സിലാക്കാം. കുഞ്ഞിനെ കൊടുക്കുന്നതിന് മുൻപായിട്ട് കോടതി കുഞ്ഞിനെ അവൾക്ക്, ആ സ്ത്രീക്ക് വിധിക്കുന്നതിന് മുൻപുള്ള ഒരു കോൺവെർസേഷനാണ്. ഇതിനകത്ത് ആ സ്ത്രീ പുറത്തായിരുന്ന സമയത്തും ആ സ്ത്രീയുടെ വീട്ടിലേക്ക് രഞ്ജിഷ് ഈ കുഞ്ഞിനെ കൊണ്ട് പോകുമായിരുന്നു. ഈ പ്രശ്നങ്ങൾ അറിഞ്ഞതിന് ശേഷവും പോകുമായിരുന്നു. അപ്പോൾ അയാൾ നിഷ്കളങ്കനായതെന്നാണ് എനിക്ക് മനസ്സിലാവുന്നത്. ഇത് നമ്മൾ വൺ സൈഡ് മാത്രമാണ് കേൾക്കുന്നത്. അപ്പുറത്ത് അവൾക്കും പറയാനുണ്ടാവും അവളുടേതായിട്ടുള്ളൊരു കഥ. അതൊരു പക്ഷേ നേരെ ഓപ്പോസിറ്റും ആയിരിക്കാം. അവൾക്ക് ടോളറേറ്റ് ചെയ്യാൻ പറ്റിയില്ല, അല്ലെങ്കിൽ അവൾക്ക് അവിടെ വെച്ച് ഇങ്ങനെ ഒരാളെ കണ്ടപ്പോൾ ഇഷ്ടപ്പെട്ടു പോയി, സംഭവിച്ചു പോയി. ഇതൊക്കെ ന്യായീകരണങ്ങളാണോ? അങ്ങനെയാണെങ്കിൽ എനിക്ക് തോന്നുന്നില്ല. സ്വന്തം കുഞ്ഞ്, സ്വന്തം ചോരയിലുണ്ടായ കുഞ്ഞ്, അല്ലെങ്കിൽ സ്വന്തം വയറ്റിലുണ്ടായ കുഞ്ഞ്, അതിനെയൊക്കെ വേണ്ടെന്ന് വെച്ച് വേറൊരാളുടെ കൂടെ പോകാൻ തോന്നുക, പിന്നെ ഇയാളോടുള്ള വൈരാഗ്യം കാരണം ആ കുഞ്ഞിനെയും കൊണ്ടുപോകാൻ വേണ്ടി വാശി പിടിക്കുക, ആ കുഞ്ഞിനെ കൊണ്ടുപോവുക, അങ്ങനെ ഒരാളുടെ ജീവൻ അല്ലെങ്കിൽ ജീവിതം നശിപ്പിക്കുക. രഞ്ജിഷ് നഷ്ടപ്പെട്ടത് രഞ്ജിഷിൻ്റെ ജീവനാണ് നഷ്ടപ്പെടുത്തിയത്. ആ നഷ്ടപ്പെടുത്തിയതിനോട് ഞാൻ യോജിക്കുന്നില്ല. ചെയ്യരുതായിരുന്നു, ജീവിക്കണമായിരുന്നു, ജീവിച്ച് കാണിക്കണമായിരുന്നു. എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും ദൈവം നമ്മളെ ഈ ഭൂമിയിലേക്ക് പറഞ്ഞു വിട്ടിട്ടുണ്ടെങ്കിൽ അതിനൊരു കാരണം ഉണ്ടാവും. ആ കാരണം പൂർത്തീകരിക്കാതെ നമ്മളായിട്ട് നമ്മുടെ ജീവിതം അല്ലെങ്കിൽ ജീവൻ അവസാനിപ്പിച്ചാൽ അതിൻ്റെ ഒരു ന്യായീകരണമില്ല. ശരിക്കും രഞ്ജിഷിനോട് എനിക്ക് ദേഷ്യം ആ ഒരു കാര്യത്തിലാണ്, സ്വന്തം ജീവൻ അവസാനിപ്പിച്ചതിൽ. അതിലാണ് ദേഷ്യമുള്ളത്. പിന്നെ അയാളുടെ ഭാഗത്ത് ചിന്തിക്കുമ്പോഴേക്കും മുന്നോട്ട് പ്രതീക്ഷകളില്ല. ജീവിക്കാൻ എന്ത് കണ്ടിട്ട് ജീവിക്കണം? സ്വന്തമെന്ന് കരുതിയ കുഞ്ഞ് പോലും മുന്നിലില്ല. കുഞ്ഞിനെ അടർത്തി മാറ്റിക്കൊണ്ട് പോയേക്കാണ്. പെട്ടെന്ന് പതറിപ്പോയിട്ടുണ്ടാവാം. അയാളുടെ ഭാഗത്ത് ചിന്തിക്കുമ്പോൾ നമുക്ക് അങ്ങനെ ന്യായീകരിക്കേണ്ടി വരും. ഒരു ഓഡിയോ കൊണ്ടുണ്ട് കേൾക്കാം. പക്ഷെ അവള് എല്ലാം കഴിഞ്ഞ് അവൾക്ക് ഡിഗ്രിക്ക് പോകണമെന്ന് പറഞ്ഞു. ഡിഗ്രി പാസ്സായാണ് പി ജിക്ക് പോകണമെന്ന്, പി ജിക്ക് വിട്ടു. പി എസ് സിക്ക് പോകണമെന്ന് പറഞ്ഞു. ഇതെല്ലാം ചെയ്ത് കൊടുത്ത് എഴുതുന്ന പക്ഷെ വീട്ടിൽ നമുക്കിട്ട് ഇതുപോലത്തെ പണി തരുന്നുള്ള കാര്യം നമുക്കറിയത്തില്ലല്ലോ. പല ആണുങ്ങൾക്കും പറ്റുന്നൊരു കാര്യമാണ്. പെൺകുട്ടീനെ കല്യാണം കഴിച്ച് കൊണ്ടുവന്നു, അവൾക്ക് ഇഷ്ടമുള്ളതുപോലെ അത്രയും പഠിപ്പിക്കും. നല്ല കാര്യമാണ്. കാര്യം അവളുടെ പാരൻസ് പഠിപ്പിക്കാൻ പറ്റാതെ നിൽക്കുന്ന അവസ്ഥയിലായിരിക്കും കല്യാണം കഴിപ്പിച്ച് വിടുന്നത്. പണ്ട് അങ്ങനെയൊക്കെ ആയിരുന്നല്ലോ. ഒരു കുറച്ചൊക്കെ പഠിച്ചു കഴിഞ്ഞിട്ട് പിന്നെ കല്യാണം കഴിച്ചുകൊണ്ട് പോകുന്ന ചെക്കൻ പഠിപ്പിച്ചോളും എന്നൊക്കെ പറഞ്ഞ് കെട്ടിച്ചു വിടും. ചിലർ പഠിപ്പിക്കും, ചിലർ പഠിപ്പിക്കത്തില്ല. പ്രത്യേകിച്ച് ഇതൊരു നാട്ടിൻപുറമാണ്. കുമളി പോലത്തെ സ്ഥലങ്ങൾ എന്ന് പറയുന്ന നാട്ടിൻപുറം തന്നെയാണ്. ഇവിടെ വന്നതിന് ശേഷമാണ്, രഞ്ജിഷിൻ്റെ അടുത്തേക്ക് വന്നതിന് ശേഷമാണ് പിന്നെ പഠിക്കാൻ പോകുന്നത്. ആ പഠിക്കാൻ പോയതിന് ശേഷം ജോലി കിട്ടുന്നു, നല്ല സാലറിയിൽ, നേരത്തെ പറഞ്ഞ പ്രകാരം 50,000 രൂപ വരെ സാലറിയിൽ ജോലി കിട്ടുന്നു. സ്വാഭാവികമായിട്ടും അവർക്ക് അവരുടേതായിട്ടുള്ള ലൈഫ് സ്റ്റൈലും കാര്യങ്ങളൊക്കെ മൈൻഡൊക്കെ മാറാം. അങ്ങനെ സംഭവിച്ചതായിരിക്കാം ഇവിടെ ഇങ്ങനൊരു അവസ്ഥയിൽ എത്തിയത്. ഞാൻ ഇവരുടെ രണ്ടുപേരുടെ കുഞ്ഞിൻ്റെ കാര്യമാണ് ആലോചിക്കുന്നത്.
അമ്മ കൊണ്ടുപോയെങ്കിലും ആ വീട്ടിൽ ആ കുഞ്ഞ് എത്രമാത്രം സുരക്ഷിതമായിരിക്കും ഒന്നും പറയാൻ പറ്റില്ല. ഇതൊരു തരം വാശിയുടെ പുറത്ത് കൊണ്ടുപോയതാവാനേ വഴിയുള്ളൂ. അല്ലാണ്ട് ആ കുഞ്ഞിനോടുള്ള ഇഷ്ടം കൊണ്ട് കൊണ്ടുപോയതാണെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. അങ്ങനെ കുഞ്ഞിനോട് ഇഷ്ടമുള്ളൊരു സ്ത്രീ ആയിരുന്നുവെങ്കിൽ ആ കുഞ്ഞുമായിട്ട് ആ ഇപ്പം നിലവിലുള്ള കുടുംബം നല്ല രീതിയിൽ കൊണ്ടുപോകാൻ നോക്കുമായിരുന്നു. ഇനി അതല്ല, രഞ്ജിഷ് വേറെന്തെങ്കിലും സ്വഭാവ വൈകൃതമുള്ള ഒരാളാണോ, അങ്ങനെയൊന്നും നാട്ടുകാരും പറയുന്നില്ല. ഇനി ഭാര്യയ്ക്ക് മാത്രം അറിയാവുന്ന എന്തെങ്കിലും പ്രശ്നമായിക്കൊണ്ടോ? സോ ഇതിൻ്റെ കേസ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞാൽ മാത്രമേ എന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചത് കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റുള്ളൂ. എന്തായാലും നമ്മുടെ രഞ്ജിഷിന്റെ കേസ് വാദിക്കാനായിട്ട് ദീപക് ഷിംജിത കേസിൽ ദീപകിന്റെ അഡ്വക്കേറ്റ് ആയിരുന്ന വ്യക്തി. നമസ്കാരം, അഡ്വക്കേറ്റ് റിനേഷ് അടുത്താടനാണ്. ഞാൻ ഇപ്പോൾ ഇടുക്കി കുമളിയിലേക്കുള്ള യാത്രയിലാണ്. ഇന്നലെ എൻ്റെ ഇൻസ്റ്റാഗ്രാം പോസ്റ്റിൽ ഞാൻ രഞ്ജീഷിനായി വരും, അവനായി സംസാരിക്കും, അവൻ്റെ നീതിക്കായി ഞാൻ അവരുടെ കുടുംബാംഗങ്ങളായിട്ട് സംസാരിച്ച് നിയമയുദ്ധം ആരംഭിക്കാനായിട്ട് ഞാൻ വരുമെന്ന് ഇൻസ്റ്റാഗ്രാമിൽ ഒരു പോസ്റ്റ് ഇട്ടായിരുന്നു. അതിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ ഞാൻ ഇടുക്കി അവൻ്റെ വീട്ടിലേക്ക് കുമളിയിലേക്കുള്ള യാത്രാമധ്യയിലാണ്. നമുക്കറിയാം, ഈ ഇൻസ്റ്റാഗ്രാം പോസ്റ്റ് ഇട്ടപ്പോൾ ഏകദേശം 5 ലക്ഷത്തിലധികം ആളുകളാണ് ഇത് വ്യൂ ചെയ്തതും. അതിനിടയിൽ വന്ന കമൻറ്റുകൾ വായിച്ച് എനിക്ക് വളരെയധികം സന്തോഷമായി. എല്ലാവരും ആ രഞ്ജീഷിൻ്റെ ജസ്റ്റിസിനായി, രഞ്ജീഷിൻ്റെ നീതിക്കായി പൊരുതണമെന്നും അവരുടെ എല്ലാം സപ്പോർട്ട് രഞ്ജീഷിന് വേണ്ടി ഉണ്ടെന്നും ഈ കമൻറ്റിലൂടെ ഒരുപാട് ആളുകൾ സപ്പോർട്ട് അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ആ സപ്പോർട്ട് അറിയിച്ച എല്ലാവർക്കും എൻ്റെ നന്ദി. നമ്മൾ ഒരുമിച്ച് നിന്നാൽ മാത്രമേ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ നമുക്ക് നീതി ലഭിക്കുകയുള്ളൂ. ഞാൻ ഒറ്റയ്ക്ക് പോരാടിയാൽ ചിലപ്പോൾ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. പക്ഷേ എല്ലാവരും കൂടി ഒരുമിച്ച് നിന്നാൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ, അതായത് സ്വന്തം ഭാര്യയുടെ ചതിയിൽ കുട്ടിയെ വേർപ്പെടുത്തിയാലുള്ള ദുഃഖഭാരത്തിൽ രഞ്ജീഷ് നമ്മളെ വിട്ടുപോയി. എൻ്റെ രഞ്ജീഷ് ഇപ്പോൾ ആദ്യം എനിക്കറിയാത്ത ഒരാളാണ്. ഇപ്പോൾ കേരളത്തിൻ്റെ മൊത്തമാണ് രഞ്ജീഷ്. നമ്മുടെ എല്ലാ സഹോദരനാണ് രഞ്ജീഷ്. ആ രഞ്ജീഷിന് വേണ്ടിയുള്ള നിയമയുദ്ധത്തിൻ്റെ ഭാഗമായിട്ട് നമ്മളതിൻ്റെ യാത്ര തുടങ്ങുകയാണ്. നിങ്ങളുടെ എല്ലാം സപ്പോർട്ട് ഇനിയും വേണം, തുടരണം. സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ആ നിയമയുദ്ധത്തിൽ ജയിക്കാൻ പറ്റുള്ളൂ. ഇങ്ങനെയുള്ള വഞ്ചന കുറ്റത്തിൽപ്പെട്ട്, അതായത് സ്വന്തം ഭാര്യയാൽ വഞ്ചിക്കപ്പെട്ട് കിടക്കുന്ന അനവധി പുരുഷന്മാർക്ക് ഒരു നീതി ലഭിക്കണമെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ വേണം. അതുകൊണ്ട് ഇനിയും നിങ്ങളുടെ സപ്പോർട്ട് ആവശ്യമുണ്ട്. നമ്മൾ രഞ്ജീഷിനായിട്ടുള്ള സമരത്തിനായിട്ട് ഒരുങ്ങുകയാണ്. എന്തായാലും ഈ അഡ്വക്കേറ്റ് റിനേഷ്, അദ്ദേഹത്തിന് ഈ കേസ് വിജയിക്കാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. അതോടൊപ്പം ഞാൻ ഒരു കാര്യം ഒന്ന് ഓർമ്മിപ്പിക്കുകയാണ്. ദീപകിൻ്റെ വിഷയത്തിൽ ഷിംജിത ഇപ്പോൾ എവിടെയാണ്? ജാമ്യത്തിലിറങ്ങി ഷിംജിത വീട്ടിൽ അടിച്ചു പൊളിച്ച് നടക്കുന്നു. അതൊക്കെ കാണുമ്പോൾ ശരിക്കും നമ്മുടെ നിയമത്തോട് സഹതാപം തോന്നുകയാണ്, നമ്മുടെ നിയമവ്യവസ്ഥയോട് സഹതാപം തോന്നുകയാണ്. ഒരാളെ നിഷ്കരുണം മരണത്തിലേക്ക് തള്ളിവിട്ടിട്ട് ആ സ്ത്രീ ഇന്ന് സുഖമായിട്ട് ജീവിക്കുന്നു. ആ അച്ഛൻ്റെ അമ്മയുടെയും കണ്ണുനീര് ഒന്ന് ആലോചിച്ച് നോക്കിയേ. ആ ദീപകിൻ്റെ കേസ് വാദിച്ച അഡ്വക്കേറ്റാണ്. ആ സ്ത്രീ കുറ്റവാളിയാണെന്ന് തെളിഞ്ഞു, പക്ഷേ അവളെ നിയമം എന്ത് ചെയ്തു? അതിനെക്കുറിച്ച് കൂടുതൽ സംസാരിച്ചാൽ ശരിയാവത്തില്ല. ഇതൊക്കെ പറയുമ്പോൾ ഞാൻ എൻ്റെ ഒരു സുഹൃത്തിൻ്റെ കാര്യം ഓർക്കുകയാണ്. കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് അവർ കല്യാണം കഴിയുന്നു. കല്യാണം കഴിഞ്ഞ് 1 വർഷം കഴിഞ്ഞപ്പോൾ തന്നെ അവരുടെ ലൈഫിൽ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ടാകുന്നു. പ്രശ്നങ്ങൾക്ക് കാരണം എന്താണ്? ഈ പെൺകുട്ടി അവൻ പഠിക്കാൻ വിടുന്നു. 5ഓ 6ഓ പ്രാവശ്യം എക്സാം എഴുതുന്നു, തോക്കുന്നു. അവസാനം അവൻ പഠിക്കാൻ പോകണമെന്ന് വരെ ചോദിച്ചു. പക്ഷെ പഠിക്കാൻ പോയേ പറ്റൂ. ഈ പഠിക്കാൻ പോകുന്ന സമയത്ത് എന്താണ്, ഇവൾക്ക് വേറെ കണക്ഷനുണ്ട്. അവനൊപ്പം കറങ്ങാൻ പോവുക, ക്ലാസ്സിൽ കയറത്തില്ല. ഇതായിരുന്നു പരിപാടി. ഇവൻ ആദ്യം ഇത് അറിയുന്നില്ല. അവസാനം ഇവനിത് അറിഞ്ഞു, അത് പ്രശ്നമായി. അവളുടെ വീട്ടുകാർ വന്നിട്ട് ഇവനെയും ഇവൻ്റെ അമ്മയും വരെ ചേർത്ത് പറഞ്ഞു. വേറെ കാര്യങ്ങളാണെന്നുള്ള ലെവൽ വരെ സംസാരിച്ചു. ഒടുവിൽ കേസ് കോടതിയിലെത്തുന്നു. കോടതി വിധിക്കുന്നു 2 ലക്ഷം രൂപ ജീവനാംശം കൊടുക്കുക. ഇവിടെ തെറ്റ് ചെയ്തത് ആരാണ്? അവനാണോ? അവൻ ആഗ്രഹിച്ചൊരു കല്യാണം കഴിച്ചു. അവൾക്കത് താല്പര്യമില്ലെങ്കിൽ അവൾക്കത് ആദ്യമേ പറയാമായിരുന്നു. പക്ഷെ അവൾ എന്താ ചെയ്തത്? അവൻ്റെ കൂടെ താമസിച്ചുകൊണ്ട്, അവൻ്റെ കൂടെ ജീവിച്ചുകൊണ്ട് വേറൊരു ചെക്കനുമായിട്ട് കറങ്ങാൻ പോവുക. എന്നിട്ട് നഷ്ടം വന്നത് ആർക്കാണ്? അവന്. ആ കാശ് വാങ്ങിച്ച് അവൾ വേറെ കല്യാണം കഴിച്ച് പോവുകയും ചെയ്തു. ഇതാണ് നമ്മുടെ നാട്ടിലെ നിയമം. എനിവേ, ഈ അഡ്വക്കേറ്റ് രഞ്ജീഷിൻ്റെ വീട്ടിലെത്തിയതിന് ശേഷം രഞ്ജീഷിൻ്റെ അച്ഛനോട് സംസാരിക്കുന്നുണ്ട്. നമുക്ക് അതൊന്ന് കാണാം. അച്ഛൻ എന്താണ് സംഭവിച്ചത്? എന്താണ് ഇതിന്റെ തുടക്കം? എവിടെയാണ് ഇതിന്റെ? അപ്പം എന്താ ഇവിടെ ജോലിക്ക് പോയി കഴിഞ്ഞാൽ തുടക്കമാണ്. ജോലിക്ക് എവിടെ പോയി? ഖത്തറിൽ പോയി. ഖത്തറിൽ പോയി. കല്യാണം കഴിഞ്ഞിട്ട് എത്ര വർഷം? കല്യാണം കഴിഞ്ഞിട്ട് അന്ന് 2 വർഷം അവിടെ ജോലി ചെയ്ത് വരുന്ന വഴിയാണ് അവളാരുമായിട്ടും ഒരു ബന്ധത്തിലായി. ഏത്? ഖത്തറിൽ. നിങ്ങൾക്ക് എങ്ങനെയൊക്കെ മനസ്സിലായത്? പിന്നെ അവൻ കുറച്ച് കാര്യങ്ങളൊക്കെ ഫോണിലൂടെ ഫോണിലൂടെ ഏത് ഈ ആ വ്യക്തി കല്യാണം കഴിഞ്ഞ് കുട്ടി ജനിച്ച് 2 വർഷം കഴിഞ്ഞപ്പോൾ ഖത്തറിലേക്ക് പോയി. അവിടെ വെച്ച് ഈ പറഞ്ഞ റിലേഷൻ ഉണ്ടാവുന്നു. ആ വ്യക്തി, റിലേഷൻ ആവുന്ന വ്യക്തി പല കാര്യങ്ങളും ഫോണിലേക്ക് അയച്ചു കൊടുക്കുന്നു. അവിടെയാണ് ഈ മാനസികമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. ഇതെപ്പോഴാണ്? കാലങ്ങൾ കഴിഞ്ഞു. ഈ ബന്ധം കൊണ്ടതിന് ശേഷമാണല്ലോ. കുറച്ച് വർഷങ്ങൾ കഴിഞ്ഞു. എന്തൊരു ജീവിതമല്ലേ, ചിന്തിക്കാൻ പറ്റുന്നില്ല. അത് കാണുമ്പോൾ, ആ മെസ്സേജിലൊക്കെ കാണുമ്പോൾ ഉണ്ടാകുന്ന രഞ്ജീഷിൻ്റെ മാനസികാവസ്ഥ. ബാക്കിയേക്കാം.
അങ്ങനെയാ സംഭവം അറിയുന്നത്. ഓ, അതായത് ഈ എന്താ പറയാ ഖത്തറിൽ വെച്ച് പരിചയപ്പെട്ട് ആ ബന്ധത്തിലായിരുന്ന വ്യക്തി ഇങ്ങോട്ട് നമ്മുടെ രഞ്ജീഷിന്റെ മൊബൈലിലേക്ക് അനാവശ്യമായിട്ടുള്ള അവരുടെ ബന്ധത്തെ കുറിച്ചുള്ള ഫോട്ടോകൾ സ്വന്തം ഭർത്താവിന് അയച്ചു കൊടുക്കും. അങ്ങനെയാണ് ഞങ്ങൾ അറിയുന്നത്. നിങ്ങൾ അറിയുന്നു. അത് എത്ര വർഷമായി അറിഞ്ഞിട്ട് ഏകദേശം? അപ്പൊ 3 വർഷം കഴിഞ്ഞു. അപ്പൊ എനിക്ക് തോന്നുന്നു അപ്പൊ ഇങ്ങനെയുള്ള ഇങ്ങനെ ഫോട്ടോസോ അങ്ങനെ എന്തോ ഇയാൾക്ക് അയച്ചു കൊടുത്തു എന്ന് പറഞ്ഞല്ലോ. അത് കണ്ടാൽ ഏത് ഭർത്താവിന് വിഷമം ഉണ്ടായിട്ടുണ്ടാവും. അതായിരിക്കും കാരണം. അല്ലാതെ രഞ്ജീഷ് മരിക്കാനുള്ള യാതൊരു കാരണവും കാണില്ല. കാരണം ഞാൻ ഇവിടുത്തെ സുഹൃത്തുക്കളോട് ചോദിച്ചു, എല്ലാവർക്കും വേണ്ടപ്പെട്ട ആളാണ്. അല്ല, അപ്പൊ മരണത്തിനുള്ള കാരണം ശ്രീരഞ്ജിനിയാണ്. ഉറപ്പാണ്. അപ്പൊ ഞാൻ ശ്രീരഞ്ജിനി അവളുടെ അമ്മയാണ് നമ്മുടെ മകനെ ഇത് ഈ ലെവലിലേക്ക് വെക്കാനുള്ള കാരണം. അപ്പൊ നമുക്ക് അതിന്റെ നിയമ നടപടികളിൽ പോകണം. അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ മകന് വേണ്ടി നീതി കിട്ടാൻ ഇതേ ഉള്ളൂ രക്ഷ. നമുക്ക് ഏറ്റവും കൂടുതൽ അവന്റെ കുഞ്ഞിനെ ഇവിടെ തള്ള വന്ന് കൊണ്ടുപോയിട്ട് തിരിച്ചു കൊണ്ടുവരുന്ന 15 വരെ സ്കൂളിൽ പോയത്. ഇവിടെ എത്രാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്? 2ാം ക്ലാസ്സിലായിട്ടുള്ളൂ അല്ലെ? കുട്ടീനെ കാണിക്കാതുള്ള വിഷമവും പിന്നെ ഈ മെയിൻ്റനൻസ് കേസിന്റെ അറ്റാച്ച്മെന്റും എല്ലാം കൂടി ഒരു പ്രഷർഫുൾ സിറ്റുവേഷനിൽ എത്തിയാണ്. അതായിരിക്കും ചിലപ്പോൾ അദ്ദേഹത്തിന് പിടിച്ചേക്കില്ല. ഇല്ല, അപ്പൊ അതാണ് പറഞ്ഞത്. അപ്പൊ ഇതാണ് നമ്മൾ പരാതിയിൽ എഴുതി കൊടുക്കേണ്ടത്. നിങ്ങൾ എഴുതി കൊടുത്തിരുന്ന മരിച്ചതിന്റെ മത്സരമാണ് വന്ന് എഴുതിയത്. അത് ആത്മഹത്യ ചെയ്യുമ്പോൾ ഒരു പ്രോസസ്സാണ്. അതൊരു കേസ് എടുക്കുമല്ലോ നോർമലി. ഇനി കൊടുക്കേണ്ടത് എത്രയും പെട്ടെന്ന് ഈ മരണത്തിനുള്ള ഉത്തരവാദി, അതായത് എന്റെ മകന്റെ മരണത്തിനുള്ള ഉത്തരവാദി ഈ ശ്രീരഞ്ജിനി എന്നുള്ളതും ശ്രീരഞ്ജിന്റെ അമ്മയുമാണ്. അവരുടെ മാനസിക സമ്മർദ്ദവും പിന്നെ അയാളുടെ പ്രതികരണം, അതായത് ഈ കാമുകൻ എന്ന് പറയുന്ന വ്യക്തിയുടെ അവനും കാരണം. കാരണം അവൻ ഇതിലേക്ക് അയച്ചു കൊടുത്തു, ഫോണിലേക്ക് അയച്ചു കൊടുത്തുകൊണ്ടാണ് ഇങ്ങനെ വന്നതെന്നുള്ളത് നമ്മൾ പരാതി കൊടുത്ത് അവൾക്കെതിരെ കേസ് എടുപ്പിച്ച് FIR എടുപ്പിച്ച് അതിന്റെ രീതിയിൽ പോയില്ലെങ്കിൽ നമുക്കത് നീതി ലഭിക്കാൻ വൈകും. അപ്പൊ അത് നിങ്ങളെ സംബന്ധിച്ച് എല്ലാ സപ്പോർട്ടും നമ്മൾ തരും. അതിനുവേണ്ടിയാണ് ഞാൻ വന്നത്. വളരെ എന്താ പറയാ വിഷമമുണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമ്മൾ അനുഭവിക്കുക ഇതുള്ളൂ നമ്മുടെ ഇത്. അതെ. അപ്പൊ ഇനി ഞാനൊരു റിക്വസ്റ്റ് പറയണം, ഈ നീതിക്കായിട്ട് നമ്മൾ പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുക്കാം. കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും. അഡ്വക്കേറ്റ് റെനീഷ് ഇതിലേക്ക് ഇറങ്ങിയിട്ടുണ്ട്. സോ അദ്ദേഹത്തിന് ഈ കുടുംബത്തിന് നീതി നേടിക്കൊടുക്കാൻ പറ്റട്ടെ. പക്ഷെ അപ്പോഴും രഞ്ജീഷിന് നീതി കിട്ടിയിട്ടില്ല. എനിക്ക് ഏറ്റവും വെറുപ്പ് തോന്നുന്നത് ആ ജഡ്ജിയോടാണ്, ഈ കുഞ്ഞിനെ ആ സ്ത്രീയുടെ കൂടെ വിട്ട ജഡ്ജിയോട്. കഷ്ടം എന്ന് മാത്രമേ പറയാനുള്ളൂ. സ്വന്തം കുടുംബത്തെ ഉപേക്ഷിച്ച് പോയ സ്ത്രീയുടെ കൂടെ കുഞ്ഞിനെ വിടാൻ കാണിച്ച ഒരു മനസ്സ്. എനിവേ, ഈ ഒരു വിഷയത്തിൽ ഇനിയും ഒരുപാട് കാര്യങ്ങൾ പുറത്തേക്ക് വരാനുണ്ട്. എന്താണ് അയച്ചു കൊടുത്ത മെസ്സേജ്, എന്താണ് എക്സാക്ട് സംഭവിച്ചത്, കാര്യങ്ങളൊക്കെ പുറത്തേക്ക് വരാനുണ്ട്. അതെല്ലാം എത്രയും വേഗം പുറത്ത് വരട്ടെ. ഈ കേസിൽ ഈ കുടുംബത്തിന് നീതി കിട്ടട്ടെ. നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.